ഡേ ശ്യാമേ, വേഗം വാ, ബസ് ഇപ്പോൾ വരും. നിക്ക് ഗൗരി, ഓടല്ലേ. ഇത് ഗൗരിയും അവളുടെ കൂട്ടുകാരി ശ്യാമയും. രണ്ടും ഡിഗ്രി 3-ാം വർഷ വിദ്യാർത്ഥികളാണ്. ഈ ഓട്ടം ചേതൻ എന്ന ബസ് കിട്ടാനാണ്. കുട്ടിക്ക് കോളേജിൽ പോകാനുള്ള ശുഷ്കാന്തി കൊണ്ടൊന്നും അല്ല, നല്ല അസ്സല് പ്രണയം. ആരോടാണെന്നല്ലേ? ബസ്സിലെ ഡ്രൈവറായ ധ്രുവൻനാഥ് എന്ന ധ്രുവനോട്. അവനെ കാണാനുള്ള ഓട്ടമാണ് പെണ്ണിന്. എൻ്റെ ഗൗരി, നിന്റെ ഈ ഭ്രാന്ത് എന്ന് തീരും? നിന്റെ കൂടെ ഓടി ഓടി ഞാനിപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പാകത്തിനായി. എൻ്റെ ശ്യാമക്കുട്ടി, എൻ്റെ ഭ്രാന്ത് മാറണമെങ്കിൽ എൻ്റെ ധ്രുവേട്ടൻ കെട്ടിയ താലി ഈ കഴുത്തിൽ വീഴണം, മനസ്സിലായോ? പണ്ട് നീ ഇഷ്ടം പറഞ്ഞു ചെന്നപ്പോൾ കിട്ടിയ തല്ലിൻ്റെ വേദന ഇപ്പോഴും പോയിട്ടില്ലല്ലോ. ഗൗരി ഒന്ന് ചമ്മിച്ചിരിച്ചു. അങ്ങേരാണെങ്കിൽ ഇങ്ങനെ ഒരുത്തി ഇവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെയാണ് നടക്കുന്നത്. എന്തു നടക്കുമെന്ന് കണ്ടറിയാം. ദേ ബസ് വന്നു. പതിവ് പോലെ ധ്രുവൻ കലിപ്പ് മൂടിലാണ്. മുന്നിൽ തന്നെ കുറെ പിടക്കോഴികൾ തമ്പടിച്ചിട്ടുണ്ട്. ലക്ഷ്യം ധ്രുവൻ തന്നെയാണ്. എന്തൊക്കെയായാലും നമ്മുടെ കൊച്ചി കയറിക്കഴിഞ്ഞാൽ അവളുമാരെ എല്ലാം തട്ടിമാറ്റി ഒരു പോക്കുണ്ട്. എന്നിട്ട് ധ്രുവൻ്റെ പിന്നിൽ നിന്നും നല്ല അന്തസ്സായി വായി നോക്കും. അവളെ കാണുമ്പോൾ തന്നെ ധ്രുവൻ്റെ മുഖം ഒന്നുകൂടി വീർക്കും. അങ്ങനെ ബസ് കോളേജ് സ്റ്റോപ്പിലെത്തി. സ്റ്റോപ്പിലിറങ്ങിയ ഗൗരി ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകുന്നത് വരെ അവിടെ തന്നെ നിൽക്കും. ഡി ഗൗരി, വരുന്നില്ലേ? പതിവ് പോലെ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് ശ്യാമയാണ്. ചിരിച്ചുകൊണ്ട് ഗൗരി അവളോടൊപ്പം പോയി. ഗൗരിയുടെ അമ്മ വിലാസിനി, അച്ഛൻ ദാസൻ ഒരു കൃഷിപ്പണിക്കാരനാണ്. ഗൗരിക്ക് ഒരേട്ടനാണ് ഗിരി. ആളൊരു അക്കൗണ്ടൻ്റാണ്. ടൗണിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ. ഗിരിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ധ്രുവൻ. കുഞ്ഞുനാൾ തൊട്ടേ ഗിരിയോടൊപ്പം വീട്ടിൽ വരുന്ന ധ്രുവനെ ഗൗരി പ്രണയിച്ചു തുടങ്ങിയത് എന്നു മുതലാണെന്നറിയില്ല. എന്നാൽ ധ്രുവനാണെങ്കിൽ തൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങൾ എന്നതിൽ കൂടുതൽ ഒരു പരിഗണനയും ഗൗരിക്ക് കൊടുത്തില്ല. ധ്രുവന് വീട്ടിൽ അമ്മയും അനിയത്തിയുമാണുള്ളത്. അമ്മ ജയ വീട്ടമ്മയാണ്. ധ്രുവൻ്റെ അച്ഛൻ 5 വർഷം മുൻപ് മരിച്ചു. അനിയത്തി ദിവ്യ +2 പഠിക്കുന്നു. രാത്രി ഉമ്മറത്തിരുന്ന് പഠിക്കുകയാണ് ഗൗരി. ആ സമയത്താണ് ഒരു ബുള്ളറ്റ് അങ്ങോട്ട് വന്നത്. അത് ധ്രുവനാണ്, കൂടെ ഗിരിയും. ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. വീട്ടിൽ പോകുന്ന നേരം ഗിരിയെ ഇവിടെ ആക്കിയാണ് ധ്രുവൻ പോകാറ്. ധ്രുവനെ ഒന്ന് നോക്കി ഗൗരി ഓടിച്ചെന്ന് ഗിരിയുടെ കയ്യിലുള്ള കവർ വാങ്ങി. ഇതെന്താ ഏട്ടാ, എനിക്ക് ഐസ്ക്രീം കൊടുന്നില്ലേ? കൊടുന്നു ഗൗരി, അതിനകത്തുണ്ട്. അവൾ കവർ വാങ്ങി അകത്തേക്ക് നടന്നു. ഗിരി ധ്രുവനെ വിളിച്ചു. ഡാ, അകത്തേക്ക് വാടാ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. വേണ്ടടാ, അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. അതും പറഞ്ഞ് ധ്രുവൻ വണ്ടി തിരിച്ചു. വീട്ടിലെത്തി കുളിച്ച് ഭക്ഷണം കഴിച്ച് റൂമിൽ വന്ന് കിടക്കുന്നതാണ് ധ്രുവൻ. അവൻ തൻ്റെ കണ്ണുകൾ പതിയെ അടച്ചു. ആ നിമിഷം കണ്ണിൽ നിറയെ പ്രണയവുമായി തന്നെ നോക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവൻ തൻ്റെ തലയിണ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഇറ്റു വീണു. ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒരു ദിവസം ഗൗരിയുടെ വീട്ടിൽ. ഗൗരി മോളെ, ഇത് നല്ല ഒരു ആലോചനയാണ്. എൻ്റെ കുട്ടി സമ്മതിക്കണം. ചെക്കൻ ബാങ്കിൽ ക്ലർക്കാണ്. ഇങ്ങനെ ഒരു ആലോചന നമുക്ക് വന്നത് ഭാഗ്യ. ഇല്ല അമ്മേ, എനിക്കിഷ്ടമല്ല. ഇപ്പം എനിക്ക് കല്യാണമൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അവരോട് ഞാൻ വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഞായറാഴ്ച അവർ വരും, ദാസൻ പറഞ്ഞു. ഗൗരി ആകെ തളർന്നു. രാത്രി ഒരുപാട് കരഞ്ഞാണ് അവൾ ഉറങ്ങിയത്. രാവിലെ 6 മണി കഴിയുമ്പോൾ ധ്രുവൻ വീട്ടിൽ നിന്നും ഇറങ്ങും. പതിവ് പോലെ അമ്പലപ്പറമ്പിനടുത്തെത്തിയപ്പോഴാണ് മുന്നിലേക്ക് ഗൗരി കയറി വന്നത്. ധ്രുവൻ പെട്ടെന്ന് വണ്ടി നിർത്തി. നിനക്കെന്താടി ഭ്രാന്താണോ? അവൻ ചൂടായി. എന്നാൽ അവൾ പ്രതികരിച്ചില്ല. നിസ്സഹായായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ധ്രുവേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഏട്ടന് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ? അല്ല, അവൻ എടുത്തടിച്ച പോലെ പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചു. അതിൽ വേദനയായിരുന്നു. ഇനി ഞാൻ പുറകെ വരില്ലാട്ടോ. വീട്ടിൽ എൻ്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാം. അവസാനമായി ഒരു തവണ ധ്രുവേട്ടനോട് ഒന്ന് ചോദിക്കണം തോന്നി. സാരല്ല, ഇനി വരില്ല കേട്ടോ ശല്യമായിട്ട്. അത് പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞുപോയി. കയ്യിലെ ഇലച്ചീന്തിൽ നിന്നും ഇത്തിരി ചന്ദനം അവൻ്റെ നെറ്റിയിൽ ചാർത്തി അവൾ നടന്നകുന്നു. എന്നാൽ ആ നിമിഷം ആകെ മരവിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ധ്രുവൻ. ഗൗരി, തൻ്റെ പ്രണയം. അവൻ്റെ കണ്ണുകൾ നീറിപ്പോകഞ്ഞു. അവളോടുള്ള ഇഷ്ടം പുറത്തു വരാതിരിക്കാൻ സ്വയം തീർത്തതാണ് ഈ ദേഷ്യത്തിൻ്റെ മറ. തൻ്റെ കൂട്ടുകാരന് വേണ്ടി സ്വയം മനസ്സിൽ കുഴിച്ചു മൂടിയ പ്രണയം. കൂട്ടുകാരൻ്റെ പെങ്ങളെ സ്വന്തം പെങ്ങളായി കാണാതെ പ്രണയിച്ചതിന് സ്വയം ഏറ്റുവാങ്ങിയ ശിക്ഷ. അവന് അന്ന് വണ്ടി ഓടിക്കാൻ കഴിഞ്ഞില്ല. വയ്യ എന്ന് പറഞ്ഞ് ലീവ് എടുത്തു. അങ്ങനെ ഞായറാഴ്ചയായി. ഗൗരിയും ധ്രുവനും ഈ ദിവസങ്ങളിലെല്ലാം വല്ലാത്ത വേദനയാൽ തകർന്നു പോയിരുന്നു. മോളെ വാ, അവരെത്തി, വിലാസിനി വിളിച്ചു പറഞ്ഞു. തൻ്റെ നീറുന്ന ഹൃദയത്തെ കല്ലാക്കി അവൾ ചായയുമായി ഉമ്മറത്തെത്തി. ചെക്കന് കൊടുക്കുമോളെ, ദാസൻ പറഞ്ഞു. ഒരു പാവ കണക്കെ അവൾ ചെക്കനരികിലെത്തി. അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയില്ല. ചായ ഗ്ലാസ് വാങ്ങാതെ ഇരിക്കുന്നവനെ ഒരു സംശയത്താൽ അവൾ മുഖമുയർത്തി നോക്കി. മുന്നിൽ ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന ധ്രുവൻ. അപ്പോഴാണ് അവൾ ചുറ്റുമുള്ളവരെ നോക്കുന്നത്. ജയമ്മയും ദിവ്യയും എല്ലാമുണ്ട്.
അവളൊന്നും മനസ്സിലാകാതെ ഗിരിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ അടുത്തെത്തി. എൻ്റെ കുട്ടി ഒരുപാട് വിഷമിച്ചില്ലേ? ഇവനുണ്ടല്ലോ ഈ കള്ളപ്പന്നി, നീ നഷ്ടപ്പെടുമെന്ന വേദനയിൽ കുടിച്ച് നടക്കുകയായിരുന്നു. അവിടുന്ന് പൊക്കിക്കൊണ്ടുവരുന്ന വഴിയിലാ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നത്. എനിക്ക് വേണ്ടി സ്വന്തം പ്രണയം ഇല്ലാതാക്കിയവൻ. ഗൗരി ഞെട്ടി ധ്രുവനെ നോക്കി. അവൻ്റെ മുഖത്ത് അപ്പോഴും ആ ചിരിയുണ്ട്. പിന്നെ ഒന്നും വൈകിച്ചില്ല. വീട്ടിൽ വന്ന് സംസാരിച്ചു. അച്ഛൻ ആ ആലോചനക്കാരെ വിളിച്ച് വരണ്ട എന്ന് പറഞ്ഞു. ഗൗരി ഗിരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു ധ്രുവൻ്റെ അരികിലെത്തി. പൊന്നുപോലെ നോക്കണേടാ എൻ്റെ പെങ്ങളെ. ധ്രുവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഗൗരിയുടെ കയ്യിൽ പിടിച്ചു. സോറി വിഷമിപ്പിച്ചതിന്. ഇനി ഉണ്ടാവില്ല. അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു. ഇനിയുള്ള യാത്ര അവർ ഒരുമിച്ച് തീർക്കട്ടെ. ശുഭം. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.